നീ എന്തോന്ന് നോക്കുന്നത്? അവിടെ ആര്? അവണ്ടായിരുന്നു തരാനോടെ. അല്ല എന്താ നിങ്ങൾക്ക്? നിങ്ങൾ രാവിലെ തുടങ്ങിയാണോ എന്റെ പിന്നാലെ നടക്കുന്നത്? அவன் அங்க நிக்கிறான்னு தானே சொன்னேன். அங்க யாரும் காணல. அவன் அவர் சொன்னது யாரே தெரியுமா? பேய். பேய் உடம்புல வரதா பார்த்து எடுத்து விடுது. എന്റെ മോൻ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാൻ വയ്യല്ല. நைட்ல தூங்காம பாத்துக்கணும். நைட்ல எழுந்திருச்சு என்னது பண்ணுமோன்னு யாருக்கும் தெரியாது. ജോത്സ്യം പറഞ്ഞത് കുപ്പി എടുത്തത് ആരാണോ അയാളുടെ മേത്ത് ബാധ കയറിയെന്ന. ആരാ ചെയ്തെന്ന് വല്ലതും കണ്ടോ ജോത്സ്യം നോക്കിയപ്പോ? അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞേ സ്വന്തം ഗൃഹത്തിലല്ലല്ലോ താമസിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല വാടക വീട്ടിലാന്ന് പറഞ്ഞു. വാടക നമ്മുടെ മേടിക്കണില്ലല്ലോ, വേറെ ആളുടെ വീട്ടിലാണല്ലോ താമസിക്കണ. അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ പറഞ്ഞു അവിടെ നിങ്ങൾ താമസിക്കുന്ന ആർക്കും ഇഷ്ടമല്ല, അവിടെ ആരോ ചെയ്താണെന്നാണ് പറഞ്ഞത്. ആരാണ് ഇപ്പൊ നമ്മളോട് ആകെ ഞങ്ങൾ മൂന്നാളല്ലേ ഉണ്ടോ ഇവിടെ? അതല്ല ഞങ്ങളിവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടല്ലോ. ആരാണ് നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്താ മല്ലികച്ച് പറഞ്ഞു? ഓള് ഓരോ ഭ്രാന്തിനെ എന്തിനൊക്കെ വിളിച്ചു പറയണമെന്നല്ലാതെ ആ ജാതി പണിയൊന്നും ഓള് ചെയ്യൂലല്ലോ. അല്ല പിന്നെ വേറെ ആരാ? റസി തന്നെ ആയിരിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞോ? അല്ല അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ അത് പറയാൻ പറ്റൂലാട്ടോ വരീക്ക. പെണ്ണുങ്ങളുടെ കാര്യമാണ്, അവർക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നി അങ്ങാട്ട് ചെയ്യാണ്. അത് നിങ്ങളോട് ആലോചിക്കണമെന്നൊന്നുമില്ല. ഇന്നേം കൂടി ബേജാറാക്കലിന്റെ ചങ്ങായി. ഓള് കേക്കണ്ട ചോരെന്ന് പറഞ്ഞു കേട്ടോ. പുറത്തു പോകുന്ന കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇവിടെ വലിയ അക്ഷയ പോയേക്കാണ്. ഇപ്പൊ അക്ഷയയിലാണ് കൂടോത്തം ചെയ്യണം. കൂടോത്രത്തിനല്ലടാ എന്റെ ആധാർ കാർഡില് പേര് മാറിയേക്കണേ. പരീത് കുട്ടി എന്നുള്ളത് വറീത് കുട്ടി എന്നൊക്കെ അടിച്ചു വന്നേക്കണം. അത് നല്ല അത് മാറ്റണ എന്തിനാണ്? ഇവക്ക് പള്ളിയിലൊന്നും പോണ്ടേ? പള്ളി പോയിക്കോ, ഞങ്ങളുടെ പള്ളി പോയാ പോരെ. നിങ്ങളവിടെ ആമീൻ എന്ന് പറയണത് ഇവിടെ ആമേൻ എന്ന് പറയണം. ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു കാര്യം പറയണല്ലോ, ഓരോ താമസ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ഏട്ടൻ എന്തെങ്കിലും കടുകൈ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തിനാ മല്ലികജി ഇങ്ങനെ കത്തി കയറണ? എന്തിനാണ്? ഒന്ന് സമാധാനിക്ക്. നമ്മൾ മൂന്നാല് ആൾക്കാരില്ല ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. ഓൻ എങ്കടാ പോണ്, എവിടെ ഇരിക്കണ്, എന്താ ചെയ്യണെന്നുള്ളത് നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ ഉണ്ടായാ മതി. ഒരു രണ്ട് ദിവസം അത്രല്ലോ. ஏமா இங்க வந்து நிக்கிற? அழியனை பார்க்க சொல்லி தானே அழிய இந்த பெரிய ஒரு கயிறு எடுத்துட்டு ஏதோ மரத்தின் மேல கேறுது. வேலை சொல்லி கேட்கல. എന്ത് അല്ല എന്ത് കാട്ടിന്? എന്താ ചങ്ങായി ശല്യം സഹിക്കാൻ വയ്യാ, സഹിക്കാൻ വയ്യാ. ആ കൊമ്പിന് ബലമില്ല, വേറെ പ്ലാവേ കേട്ടാ. നീ ഇറങ്ങും. ഒന്ന് ചങ്ങായി ഇതാ കുട്ടികളുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് കെട്ടെടുത്തിന്റെ മുകളിലേ ഇല്ല ഒന്നും ഉണ്ടാവില്ല, അവരൊന്നും പറയില്ല. ഒന്നുമില്ല ഒരു കെട്ട് കെട്ടാ നേരെ താഴത്തേക്ക് ഇടാവോടുകൂടി തീരും. ജിന്റെ സ്വഭാവം അറിയില്ല, അങ്ങോട്ട് ഇറങ്ങിച്ചേ മര്യാദക്ക്. എന്തിനാണ്? എടാ അന്റെ കൂട്ടുകാരനല്ലേ ഞാന്, അതിന് പറയണോന്ന് കൂട്ടാക്കിച്ച് ഇറങ്ങ്. എന്റെ പൊന്ന് ചെങ്ങായിമാരെ, ഇത് ഇത്ര വലിയ വിഷയമുള്ള കേസേ അല്ല. എന്താ അത് പറഞ്ഞ മനസ്സിലാവാത്തത്? ഇത് ഊഞ്ഞാലിടാൻ വേണ്ടിട്ടാണെന്ന്. അളിയാ ഉടുക്ക് தெரியாது. நான் தென்னை மரத்துல ஏறி தேங்க இடுறவன், நான் ஏறி கட்டுறேன், நீ கீழே வா. അതെ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനിച്ചത്. അന്റെ ചെയ്തുകൾ തന്നെ ശരിയല്ല, എനിക്കത് മനസ്സിലാവാണ്ടാണ്. അവൻ ചാടനെ നമുക്ക് ചെത്തി ഇട്ടാ പോരെ. അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാന്താണ്. ഭ്രാന്ത് തന്നെ ഞങ്ങൾക്കാണ് ഭ്രാന്ത്, ഞങ്ങൾക്കാണ് ഭ്രാന്ത്. ഇറങ്ങി. അതെ, റസിയ എന്തായാലും പറയുന്നു വിചാരിച്ചാൽ നീ റസിയ പറഞ്ഞിട്ട് റസിയ പറയൂ. ഒന്നും പറയൂല. എന്ത് റസിയ പറയൂ? പിള്ളേരെ വരുമ്പോഴേക്കും ഞാൻ കെട്ടാ, നീ ചവിട്ടി വെച്ചേര് കയറ് വിടുന്നത്. നീ ഇറങ്ങി சொன்னல நான் അമ്മല്ലടാ പറയണ, എന്റെ അമ്മല്ലേ ഈ പറയണ. ഇങ്ങടെ ഇറങ്ങടാ, അവര് കരയണ കാണാൻ. പണ്ടാറ ചെയ്യുന്നു. ഇങ്ങടെ ഇറങ്ങി.
ഞാൻ ഇവിടെ ചാടാനായി ഞാൻ ചാടും അപ്പൊ നിങ്ങൾ നോക്കി ഇറങ്ങി കേട്ടോ. ഒരു പ്രശ്നമില്ല, നമ്മളോട് ഒരു പ്രശ്നമില്ല. നോക്കി ഇറങ്ങിയാ മതി, മെല്ലെ ഇറങ്ങിയാ മതി. യാതൊരു പ്രശ്നം നമ്മളോടെ ഇല്ല. മെല്ലെ ഇറങ്ങിയാ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല, അൻ്റോടെ ഒരു കുഴപ്പമില്ല. മെല്ലെ മെല്ലെ എന്താ കാട്ടണത്? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ സാറായി, ഒരു കുഴപ്പമില്ല. അതേ മല്ലികേ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഓനക്ക് കൊടുക്കും. ഓൻ അവിടെ സമാധാനത്തെ കുറച്ച് നേരം ഇരിക്കട്ടെ. അങ്ങോട്ട് പോയിരുന്നോ? എന്തിനാ തണുത്ത വെള്ളം? ഞാൻ ഇപ്പൊ ചായ കുടിച്ചാലേ ഉള്ളൂ. അല്ല, എന്നാലും ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചോ. അവിടെ ഇരിക്ക്, അവിടെ അടങ്ങി ഒതുങ്ങി കുറച്ചു നേരം അവിടെ ഇരിക്ക്. ഞാൻ കട്ടിക്കറേ ഇപ്പൊ. അത് അണ്ണം കെട്ടിക്കോളൂ. എന്താ നിങ്ങൾക്ക് കുഴപ്പം? ആർക്ക്? അല്ല, നിനക്കെന്താണ് പ്രശ്നം? എനിക്കോ? എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് തന്നെ ഇജ്ജ് വിചാരിച്ചോ. ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് പോയി ഇരിക്കുക അവിടെ. എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ. ഇക്ക് തന്നെയാണ് പ്രശ്നം. ഞാൻ അയച്ചോ എപ്പോഴാ തോന്നണേന്ന് അറിയൂല. അടിച്ചു വെച്ചിട്ട്